വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ള. വേറെ ഒന്നല്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ അവിടെ നെഗറ്റ്സിന്റെ ഒരു പാക്കറ്റ് കണ്ടിരുന്നു. അത് ജസ്റ്റ് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നെഗറ്റ്സ് റെഡിയാവും. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് വീട്ടിൽ ട്രൈ ചെയ്തോടാന്ന് അപ്പോൾ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ നെഗറ്റ്സ് ഉണ്ടാക്കുന്ന ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ആ ചിക്കൻ വാങ്ങിയപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, നമ്മൾ ചിക്കൻ ഒന്ന് മാറ്റി വെക്കണം, നമുക്ക് നെഗറ്റ്സ് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ നെഗറ്റ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, ഞാൻ അഞ്ജലി. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് എല്ല് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ, അതായത് മാംസം മാത്രം എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് നമ്മൾ മിക്സിയിലിട്ട് വെക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 4 ബ്രെഡ് എടുത്തിട്ട് അത് പൊടിച്ചതും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് സംഭവം കിട്ടും. എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. അതായത് ആദ്യം നമ്മൾ ഉപ്പാണ്, 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് എന്താ പറയുക, കുറച്ച് ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ സോസുകൾ ഒഴിച്ചു കൊടുക്കുക. അതായത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കെച്ചപ്പും പിന്നെ അതുപോലെ സോയാ സോസും ആണ്. ഇത് കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഒട്ടി പിടിക്കില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഫുൾ പുരട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഇത് ഇങ്ങനെ ഫുൾ എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എക്സ്പെരിമെൻറ്റ് ചെയ്ത ഒരു പാത്രം തന്നെയാണ്. അപ്പോൾ അത് കരിഞ്ഞു പോയി. അപ്പോൾ ഇനി എന്തായാലും ഇതും അതിലേക്ക് തന്നെ ആക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളിതാ അത് ഫുള്ളായിട്ട് എല്ലാ സൈഡിലേക്കും മാറ്റി വെച്ചിട്ട് ഇനി അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. ഇനി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഒരു ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ട് അത് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകും പൊടി ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡ് പൊടിച്ചതും അതുപോലെ തന്നെ മുട്ട മിക്സ് ചെയ്തതും പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച ചിക്കൻ്റെ ആ സംഭവം നമ്മൾ നന്നായിട്ട് കേക്ക് കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മൈദപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പീസ് ചിക്കൻ്റെ എടുത്ത് നമ്മൾ മുട്ടയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മൈദയിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബ്രെഡിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ അതിലേക്ക് ഒന്ന് ഫുള്ളായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അധികം എല്ലാം ഒട്ടി പിടിക്കില്ല. അപ്പോൾ നമ്മൾ എന്തിനോ ഒന്നും കൂടി നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് എന്നിട്ട് ഒന്നും കൂടി ബ്രെഡിൽ മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു കട്ട്ലേറ്റ് രൂപം പോലെ തന്നെ. അപ്പോൾ അതുപോലെ നന്നായി ചെയ്തെടുക്കുക. നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് അപ്പുറത്തൊരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഗ്യാസ് അധികം ചൂടാക്കരുത്, സ്ലോയിലിട്ടിട്ട് അതായത് ലോയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് തന്നെ ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയി. കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല ഹൈയിലാണ് നമ്മൾ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ലോ ആക്കിയപ്പോൾ ബാക്കിയൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ നെഗറ്റ്സിൻ്റെ ഇത് ഓരോ ഷേപ്പിൽ ചെയ്യാം. ഞാൻ ഈ സ്ക്വയർ ടൈപ്പിൽ തന്നെ എടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെഗറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെഗറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആക്രാന്തത്തിൽ വൈൻഡപ്പ് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.